മലപ്പുറം തിരൂരിൽ 11 മാസം പ്രായമുള്ള കുഞ്ഞിനെ കൊലപ്പെടുത്തിയതായി അമ്മയുടെ മൊഴി. പുല്ലൂരിൽ വാടകയ്ക്ക് താമസിക്കുന്ന തമിഴ്നാട് സ്വദേശിനി ശ്രീപ്രിയയാണ് മകനെ സുഹൃത്തിന്റെയും അച്ഛന്റെയും സഹായത്തോടെ കൊലപ്പെടുത്തിയതെന്ന് മൊഴി നൽകിയത്. അതിനിടെ തൃശൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നിന്ന് കുഞ്ഞിന്റെ മൃതദേഹ ഭാഗങ്ങൾ കണ്ടെത്തി. 2 വർഷങ്ങൾക്ക് മുൻപാണ് പോണ്ടിച്ചേരി സ്വദേശി ശ്രീപ്രിയയെ മണികണ്ഠൻ വിവാഹം ചെയ്തത്. എന്നാൽ മണികണ്ഠനെ ഉപേക്ഷിച്ച് 3 മാസം മുൻപ് കുഞ്ഞുമായി ശ്രീപ്രിയ സുഹൃത്തായ ജയസൂര്യയുമായി തിരൂരിലേക്ക് എത്തുകയായിരുന്നു. ശ്രീപ്രിയയുടെ സഹോദരി അന്വേഷിച്ചെത്തിയപ്പോഴാണ് കുഞ്ഞിനെ കൊലപ്പെടുത്തിയ വിവരം പുറത്തറിയുന്നത്. കളയരസൻ എന്നു പേരുള്ള മകനെയാണ് ശ്രീപ്രിയയും ജയസൂര്യയുടെ അച്ഛനും ചേർന്ന് കൊലപ്പെടുത്തിയത്. അങ്ങനെ പേര് വിവരങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ ഇവർ പറഞ്ഞ് അച്ഛനും ആരൊക്കെ പറഞ്ഞു, അമ്മയൊക്കെ പറഞ്ഞ് എന്ത് കുട്ടി ഏത് കുട്ടി ഞങ്ങളറിയില്ല, അങ്ങനെ ഇല്ല എന്നൊക്കെയാണ് വർത്താനങ്ങൾ പറഞ്ഞ്. കുറേ കഴിഞ്ഞ ശേഷം ഇവളെ അടിച്ച് പിടിച്ചിട്ട് ഉള്ളിലേക്ക് കൊണ്ടുപോയിട്ട് അവിടുന്നാണ് പിന്നെ ചർച്ച ഉണ്ടായിട്ട് പറഞ്ഞത് കുട്ടി മരിച്ചിരിക്കുന്നത്. പോലീസിൽ വിവരമറിച്ചതിനെ തുടർന്ന് തിരൂർ CI MK രമേശിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തി 3 പ്രതികളെയും കസ്റ്റഡിയിലെടുത്തു. ചോദ്യം ചെയ്യലിൽ കുഞ്ഞിനെ കൊന്ന് ബാഗിലാക്കി തൃശൂർ ഭാഗത്ത് ഉപേക്ഷിച്ചു എന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രതികളുമായി പോലീസ് സംഘം തൃശൂരിലെത്തി. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് റെയിൽവേ സ്റ്റേഷൻ പരിസരത്തു നിന്നും കുഞ്ഞിന്റെ മൃതദേഹഭാഗങ്ങൾ കണ്ടെത്തിയത്. തൃശൂർ ബ്യൂറോക്കൊപ്പം മീഡിയ 1 തിരൂർ.